എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം പൊളിറ്റിക്കൽ തിയറി അഥവാ പൊളിറ്റിക്കൽ തിയറിയാണ്. അതിലെ 7ാമത്തെ അധ്യായം നാഷണലിസം, അതായത് ദേശീയത. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എങ്ങനെയാ പഠിക്കാൻ പോകുന്നതെന്നറിയാവോ? നമ്മളിതിനെ 6 ചെറിയ ഭാരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ ഈ ദേശീയതയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതെന്ന് നോക്കും. പിന്നെ ശരിക്കും എന്താണ് ഒരു രാഷ്ട്രമെന്നും ഒരു രാഷ്ട്രത്തിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ, അതായത് ദേശീയ സ്വയം നിർണയാവകാശം, അതെന്താണെന്ന് പഠിക്കും. പിന്നെ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വരുത്താൻ സാധ്യതയുള്ള ചില തെറ്റുകളുണ്ടല്ലോ, അതെങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും അവസാനം ഈ പാഠം എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനുള്ളൊരു സ്റ്റഡി പ്ലാനും കൂടി നോക്കാം. റെഡിയല്ലേ? ശരി, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, എന്തിനാണ് നമ്മൾ ദേശീയതയെക്കുറിച്ച് പഠിക്കുന്നത്? വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ? അല്ല. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈയൊരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഒന്നാമതായി, നേഷൻ എന്നും നാഷണലിസം എന്നും കേൾക്കുമ്പോൾ എന്താണ് അതെന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ടാകും. സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന വാക്ക്, അതിന്റെ അർത്ഥമെന്താണെന്ന് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കും. പിന്നെ ഒരു രാഷ്ട്രമുണ്ടാകുന്നതെങ്ങനെയാണ്, അതിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഏറ്റവും പ്രധാനമായി, പരീക്ഷയിൽ എന്ത് ചോദ്യം വന്നാലും പേടിയില്ലാതെ നല്ല ആത്മവിശ്വാസത്തോടെ ഉത്തരമെഴുതാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം. എന്താണ് ഒരു നേഷൻ? എന്താണ് ഒരു രാഷ്ട്രം? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണൊരു നേഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന നിർവചനം, അതായത് ഡെഫിനിഷൻ പറയുന്നത് ഇതൊരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സങ്കല്പത്തിലുള്ള സമൂഹം. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, സങ്കല്പത്തിലുള്ള എന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഒരു രാഷ്ട്രത്തിലെ ആളുകളെ ഒരുമിച്ച് നിർത്തുന്നത് അവരുടെ മനസ്സിലുള്ള പൊതുവായ വിശ്വാസങ്ങൾ, ആഗ്രഹങ്ങൾ, പിന്നെ സങ്കല്പങ്ങൾ, ഇതൊക്കെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നായി നിന്ന് സപ്പോർട്ട് ചെയ്യാറില്ലേ? നമുക്ക് ടീമിലെ കളിക്കാരെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റാരാധകരെയോ നേരിട്ടറിയില്ല. എന്നാലും നമ്മൾ ഇന്ത്യക്കാർ എന്നൊരു വിശ്വാസം, ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ നമുക്കൊരു രാഷ്ട്രത്തെയും ഒരു കുടുംബത്തെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു കുടുംബം എങ്ങനെയാണ്? അവിടെയുള്ളവർക്ക് പരസ്പരം നേരിട്ടറിയാം, അല്ലേ? മുഖാമുഖം കണ്ടുള്ള, സംസാരിച്ചുള്ള ബന്ധങ്ങളാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം. പക്ഷേ ഒരു രാഷ്ട്രത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവരിൽ എത്ര പേരെ നമുക്ക് നേരിട്ടറിയാം? വളരെ കുറച്ചുപേരെ മാത്രം. എന്നിട്ടും നമ്മളെല്ലാം ഒന്നാണെന്നൊരു തോന്നല്, ഒരു പൊതുവായ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ഒരു രാഷ്ട്രത്തെ കുടുംബം പോലുള്ള കൂട്ടായ്മകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു രാഷ്ട്രം ഒരു സങ്കല്പത്തിലുള്ള സമൂഹമാണെന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സങ്കല്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഭാഗം, ഒരു രാഷ്ട്രത്തിന്റെ 4 നെടുന്തൂണുകൾ. ഒരു രാഷ്ട്രം രൂപപ്പെടാൻ പ്രധാനമായും 4 ഘടകങ്ങൾ അല്ലെങ്കിൽ 4 തൂണുകളുണ്ടെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തത് ഷെയർഡ് ബിലീഫ്സ്, അതായത് പൊതുവായ വിശ്വാസങ്ങൾ. നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന ആ ഒരു ലളിതമായ വിശ്വാസം. രണ്ടാമത്തത് ഹിസ്റ്ററി, അതായത് ചരിത്രം, ഒരു പൊതുവായ ഭൂതകാലം, നമ്മുടെയെല്ലാം കൂട്ടായ ഓർമ്മകൾ, കഥകൾ, ഇതിഹാസങ്ങൾ, ഇതൊക്കെ നമ്മളെ ഒരുമിപ്പിക്കും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം. ആ ചരിത്രം നമ്മളെല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണ്. മൂന്നാമത്തേത് ടെറിട്ടറി അഥവാ ഭൂപ്രദേശം, നമ്മൾ ജനിച്ചു വളർന്ന, നമ്മൾ എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു പൊതുവായ സ്ഥലം, നമ്മുടെ മാതൃരാജ്യം. നാലാമത്തേത് ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ്, അതായത് പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ, നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ചുള്ള പൊതുവായ ചില കാഴ്ചപ്പാടുകൾ. ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം വേണം, മതേതരത്വം വേണം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അതാണ് പൊതുവായ രാഷ്ട്രീയ ആദർശം. ഇനി നമ്മൾ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ തത്വത്തിലേക്കാണ് കിടക്കുന്നത്. ഭാഗം 4, നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ ദേശീയ സ്വയം നിർണയാവകാശം. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഈ നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ? അതിന്റെ നിർവചനം പറയുന്നത്, ഒരു രാഷ്ട്രത്തിന് സ്വയം ഭരിക്കാനും പുറത്തുനിന്നുള്ള ആരുടെയും നിയന്ത്രണമില്ലാതെ സ്വന്തം ഭാവി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുമുള്ള അവകാശമാണ് ഇത് എന്നാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഒരു ജനതയ്ക്ക് അവരുടെ സ്വന്തം ഗവൺമെന്റ് ഉണ്ടാക്കാനും ഒരു സ്വതന്ത്ര രാജ്യമായി മാറാനുമുള്ള അവകാശം, അതാണ് ദേശീയ സ്വയം നിർണയാവകാശം. ഈ ഒരു അവകാശത്തിന്
അല്ലെങ്കിൽ ദേശീയത എന്ന ഈ ആശയത്തിന് രണ്ട് മുഖങ്ങളുണ്ടെന്ന് പറയാം. ചിലപ്പോൾ അത് ആളുകളെ ഒരുമിപ്പിക്കും, മറ്റു ചിലപ്പോൾ അത് ആളുകളെ വിഭജിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. യൂറോപ്പിൽ പണ്ട് ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. ദേശീയത എന്ന ആശയം വന്നപ്പോൾ ഒരേ ഭാഷയും സംസ്കാരവുമുള്ള ഈ ചെറിയ രാജ്യങ്ങൾ ഒത്തുചേർന്ന് ജർമ്മനി, ഇറ്റലി പോലുള്ള വലിയ രാഷ്ട്രരാജ്യങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ അവിടെ ദേശീയത ആളുകളെ ഒരുമിപ്പിച്ചു. അതേസമയം ബ്രിട്ടീഷ് സാമ്രാജ്യം, ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യമൊക്കെ പോലെ ഒരുപാട് ജനവിഭാഗങ്ങൾ ചേർന്ന വലിയ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. ദേശീയത എന്ന ആശയം വന്നപ്പോൾ ഓരോ ജനവിഭാഗവും സ്വന്തം രാജ്യം വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. അത് ആ വലിയ സാമ്രാജ്യങ്ങളെ തകർച്ചയ്ക്ക് കാരണമായി. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം തന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് ഈ സ്വയം നിർണയാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെയാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഭാഗം 5. പരീക്ഷയിൽ സാധാരണയായി വരുത്തുന്ന തെറ്റുകൾ. മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയിൽ മാത്രമല്ല, പൊതുവെയും കുട്ടികൾക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയുണ്ട്: ഒരു രാജ്യം, ഒരു സംസ്കാരം എന്ന ചിന്ത. അതായത് ഒരു രാഷ്ട്രത്തിൽ ഒരു ഭാഷ, ഒരു മതം, ഒരു വംശം മാത്രമേ പാടുള്ളൂ എന്നൊരു ധാരണ. എന്നാൽ അത് ശരിയാണോ? ഒരിക്കലുമല്ല. അതാണ് കോമൺ മിസ്റ്റേക്ക്. ശരിയായ ആശയം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പലതരം സംസ്കാരങ്ങൾ ഇടകലർന്നവയാണ്. ഒരുപാട് ഭാഷകളും മതങ്ങളും ജീവിത രീതികളുമുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഇന്ത്യ തന്നെ നോക്കൂ, എത്രത്ര ഭാഷകളും മതങ്ങളും ഇവിടെയുണ്ട്. കാനഡ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഈ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മളെയൊക്കെ ഒരുമിപ്പിക്കുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങളാണ്. ഒരുമിച്ച് ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹമാണ്. ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അദ്ദേഹം ദേശീയതയെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് കണ്ടത്. ടാഗോർ പറഞ്ഞ ഒരു വാചകമുണ്ട്: രാജ്യസ്നേഹം നമ്മുടെ അവസാനത്തെ ആത്മീയ അഭയകേന്ദ്രമാകരുത്. എന്റെ അഭയം മനുഷ്യത്വമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യസ്നേഹത്തെ മനുഷ്യത്വത്തിനു മുകളിൽ വിജയിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ! അതായത് സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം നല്ലതാണ്, പക്ഷേ അത് മനുഷ്യത്വത്തേക്കാൾ വലുതാകരുത് എന്നാണ് ടാഗോർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇടുങ്ങിയ ചിന്തകളുള്ള ദേശീയതയ്ക്ക് പകരം മനുഷ്യത്വത്തിൽ ഊന്നിയൊരു വിശാലമായ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ശരി, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഹൗ ഈസ് എ നേഷൻ ഡിഫറെന്റ് ഫ്രം അതർ ഫോംസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്? അതായത് ഒരു രാഷ്ട്രം കുടുംബം പോലെയുള്ള മറ്റ് കൂട്ടായ്മകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ എങ്ങനെ നല്ലൊരു ഉത്തരം എഴുതാം? നമുക്കതൊരു 3 സ്റ്റെപ്പായിട്ട് തിരിക്കാം. സ്റ്റെപ്പ് 1: ആദ്യം തന്നെ നേഷൻ അഥവാ രാഷ്ട്രം എന്താണെന്ന് നിർവചിക്കുക. നമ്മൾ പഠിച്ച ആ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി അഥവാ സങ്കല്പത്തിലുള്ള സമൂഹം എന്ന ആശയം വെച്ച് തുടങ്ങാം. സ്റ്റെപ്പ് 2: അതിനുശേഷം ഇതിനെ മറ്റു കൂട്ടായ്മകളുമായി ഒന്ന് കമ്പയർ ചെയ്യുക, അതായത് താരതമ്യം ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു കുടുംബം എന്നത് മുഖാമുഖമുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നതെന്ന് വിശദീകരിക്കാം. സ്റ്റെപ്പ് 3: അവസാനം പ്രധാന വ്യത്യാസം എന്താണെന്ന് എടുത്തു പറയുക. ഒരു രാഷ്ട്രത്തെ ഒരുമിപ്പിക്കുന്നത് ആളുകൾ തമ്മിലുള്ള നേരിട്ടുള്ള പരിചയമല്ല, മറിച്ച് അവരുടെ മനസ്സിലുള്ള പൊതുവായ ആശയങ്ങളും ആദർശങ്ങളുമാണെന്ന് ഊന്നിപ്പറയുക. ഇങ്ങനെ ഘടനയോടുകൂടി ഉത്തരമെഴുതിയാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ ഭാഗത്തേക്ക്, ഭാഗം 6: യുവർ സ്റ്റഡി പ്ലാൻ. അതായത് നിങ്ങളുടെ പഠന പദ്ധതിയും കുറച്ച് മോട്ടിവേഷനും. പരീക്ഷാ ഹാളിലേക്ക് പോകും മുൻപ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായും വേണ്ട 3 കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. ഒന്നാമത്തെ കീ ടേം: നേഷൻ. എന്താണ് നേഷൻ? അതൊരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റി, ഒരു സങ്കല്പത്തിലുള്ള സമൂഹമാണ്. രണ്ടാമത്തെ കീ ടേം: നാഷണൽ സെൽഫ് ഡിറ്റർമിനേഷൻ. എന്താണത്? സ്വയം ഭരിക്കാനുള്ള അവകാശം, ദ റൈറ്റ് ടു ഗവേൺ വൺ സെൽഫ്. മൂന്നാമത്തെ കോൺസെപ്റ്റ്: ഒരു രാഷ്ട്രത്തിന്റെ 4 ഘടകങ്ങൾ. ഏതൊക്കെയാണവ? ഷെയർഡ് ബിലീഫ്സ്, ഹിസ്റ്ററി, ടെറിട്ടറി, പിന്നെ പൊളിറ്റിക്കൽ ഐഡിയൽസ്. ഈ 3 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ തന്നെ ഈ ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലിരിക്കും. ഇനി പരീക്ഷയ്ക്ക് ഒരാഴ്ചയുള്ളൂ അല്ലേ? പേടിക്കണ്ട, ഈ ഒരു സിമ്പിൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ 1-2 ദിവസം ഈ ക്ലാസ് ഒന്നുകൂടി കേൾക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് മനസ്സിലുറപ്പിക്കുക. അടുത്ത 2 ദിവസം, അതായത് 3-4 ദിവസം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് ചെറിയ നോട്ടുകളുണ്ടാക്കുക. പിന്നെ 5-6 ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിന് പിന്നിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നോക്കുക. എഴുതി തന്നെ പഠിക്കണം. അവസാന ദിവസം, 7-ാം ദിവസം, നിങ്ങൾ തയ്യാറാക്കിയ ചെറിയ നോട്ടുകൾ മാത്രം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഇത്രയും മതി. നിങ്ങളെക്കൊണ്ടിത് പറ്റും. നിങ്ങൾ ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചില്ലേ? നിങ്ങളുടെ തയ്യാറെടുപ്പിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ടെൻഷൻ അടിക്കാതെ ശാന്തമായി പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും.